ഹായ് സ്റ്റുഡൻസ്, MR ഫിസിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 ഫിസിക്സിലെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു? ചാർജ് എന്ന കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി. ഒരു ബോഡിയെ നമ്മൾക്ക് എങ്ങനെ ചാർജ് ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ചാർജസിന്റെ ബേസിക് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. രണ്ട് ചാർജസുകൾക്കിടയിലുള്ള ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് നമ്മൾ പഠിച്ചു. ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ കൂളംസ് ലോയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരു ചാർജിന് ചുറ്റും ആ ചാർജിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള റീജിയൻ, അതായത് ഇലക്ട്രിക് ഫീൽഡ് എന്ന കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പഠിച്ചു. ഇലക്ട്രിക് ഫീൽഡിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു കൺസെപ്റ്റാണ്. അതാണ് ഇലക്ട്രിക് ഡൈപോൾ. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അതിനെയാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഡൈപോൾ. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് എന്ന് പറയുമ്പോൾ ഒന്ന് +q ആണെങ്കിൽ മറ്റേത് -q. ഇവർക്കിടയിൽ ചെറിയൊരു സെപ്പറേഷൻ. ആ ഒരു സിസ്റ്റത്തെയാണ് എന്ത് പറയുന്നത്? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഈ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇലക്ട്രിക് ഡൈപോൾ എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ പിക്ചർ ശ്രദ്ധിക്കുക. ഇവിടെ രണ്ട് ചാർജസ് ഉണ്ട്, -q-ഉം +q-ഉം. രണ്ട് ചാർജസിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, q ആണ്. ഒന്ന് നെഗറ്റീവ് ആണ്, മറ്റേത് പോസിറ്റീവ് ആണ്. അപ്പൊ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്, ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് L എന്ന ലെറ്റർ കൊണ്ടാണ് നോട്ട് ചെയ്തിട്ടുള്ളത്. ഈ അറേഞ്ച്മെന്റിനെ, ഈ സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് separated by a small distance is called what? Electric dipole. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ -q-ക്കും +q-ക്കും ഇടയിലുള്ള സെപ്പറേഷൻ, അല്ലെങ്കിൽ ഇവർക്ക് രണ്ടാൾക്കും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ആര്? L. L is the distance between -q and +q. ഈ ഡിസ്റ്റൻസിന്, -q-ക്കും +q-ക്കും ഇടയിലുള്ള ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് ഡൈപോൾ ലെങ്ത്. ഡൈപോൾ ലെങ്ത്. -q-വിനും +q-വിനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസുകൾക്കിടയിലുള്ള ഈ സെപ്പറേഷൻ L എന്ന് പറയുന്ന പേരാണ് എന്ത്? ഡൈപോൾ ലെങ്ത്. ഓക്കെ. ഇനി ഒന്നാമത്തെ ചാർജ് -q ആണ്, രണ്ടാമത്തെ ചാർജ് +q ആണ്. ഈ രണ്ട് ചാർജിന്റെയും മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? q ആണ്, അല്ല? -q ആയാലും +q ആയാലും ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? q ആണ്. ചാർജസുകൾക്കിടയിലുള്ള സെപ്പറേഷൻ ആണ് L. അതിനെയാണ് എന്ത് പറയുന്നത്? ഡൈപോൾ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇവിടെ പുതിയൊരു ടേം പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ശ്രദ്ധിക്കുക, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ്. ഇറ്റ് ഈസ് കോൾഡ് ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ P. ഡൈപോൾ മൊമെന്റ്. അപ്പൊ എന്താണ് ഡൈപോൾ മൊമെന്റ്? ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ സ്ട്രെങ്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടേമാണ് ഡൈപോൾ മൊമെന്റ്. ഇലക്ട്രിക് ഡൈപോളിന്റെ സ്ട്രെങ്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടേമാണ് ആര്? ഡൈപോൾ മൊമെന്റ്. ഈ ഡൈപോൾ മൊമെന്റ് സാധാരണ P എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഡൈപോൾ മൊമെന്റ് എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. എന്താണ് ഡൈപോൾ മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ്? ഡൈപോൾ മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് P ഈസ് ഈക്വൽ ടു Q ഇൻറ്റു L എന്നാണ്. എന്താണ് Q? ഈ ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ ആണ് P ഈസ് ഈക്വൽ ടു Q ഇൻറ്റു L. എന്താണ് Q? നമുക്കറിയാം, ഇലക്ട്രിക് ഡൈപോളിൽ രണ്ട് ചാർജസ് ഉണ്ട്, ഒന്ന് -q, രണ്ട് +q.
രണ്ടാളുടെയും മാഗ്നിറ്റ്യൂഡ് എന്താണ്? സെയിം ആണ്. എത്രയാണത്? Q. ദാറ്റ് Q ഇൻറ്റു ഡൈപോൾ ലെങ്ത്, Q ഇൻറ്റു L. അതാണ് ആര്? ഡൈപോൾ മൊമെന്റ്. അപ്പൊ നമുക്ക് ഡൈപോൾ മൊമെന്റിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഡൈപോൾ മൊമെന്റ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് dipole moment of an electric dipole is the product of magnitude of one of the charge of the dipole. Dipole രണ്ട് ചാർജ് ഉണ്ട്. അതിൽ ഒരു ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ഒന്ന് പ്ലസ് ക്യൂ, മറ്റേത് മൈനസ് ക്യൂ ആണ്. രണ്ടാളുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അതിലൊരു ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക. ഇവിടെ ഒരു ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ക്യൂ ആണ്. ദാറ്റ് ക്യൂ ഇൻറ്റു ഡൈപോൾ ലെങ്ത്, ദാറ്റ് ഈസ് കോൾഡ് ഡൈപോൾ മൊമെന്റ്. അപ്പൊ ഡൈപോൾ മൊമെന്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദി ചാർജ് ഓഫ് ദി ഡൈപോൾ and dipole length. Dipole moment is the product of magnitude of one of the charge of the dipole, Q, into L. L എന്താണ്? Dipole length. Okay, but dipole moment is the product of magnitude of one of the charge of the dipole and its dipole length. ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതിവിടെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. P is equal to Q into L എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. ഡൈപോൾ മൊമെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. വെക്റ്ററിന് മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, എന്തുണ്ടാവും? ഡയറക്ഷനും ഉണ്ടാവും. ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? ശ്രദ്ധിക്കുക. ഡൈപോൾ മൊമെന്റിന്റെ, ഇലക്ട്രിക് ഡൈപോളിന്റെ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ഈസ് ഓൾവേസ് ഫ്രം നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്. മൈനസ് ക്യൂവിൽ നിന്ന് പ്ലസ് ക്യൂവിലേക്ക്. ഇവിടെ ഈ ഇലക്ട്രിക് ഡൈപോളിന്റെ കേസിൽ മൈനസ് ക്യൂവിൽ നിന്ന് പ്ലസ് ക്യൂവിലേക്ക്. അതായത് എപ്പോഴും ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? നെഗറ്റീവ് ചാർജിൽ നിന്നും പോസിറ്റീവ് ചാർജിലേക്കായിരിക്കും. But dipole moment indicates the strength of an electric dipole. It is the product of magnitude of one of the charge of the dipole and a dipole length. It is a vector quantity. It has a direction from negative charge to positive charge. എന്താണ് ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ്? P is equal to Q into L എന്നാണ്. ചാർജിന്റെ യൂണിറ്റ് കൂളം ആണ്. ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ കൂളം മീറ്റർ. ഇതാണ് ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എൻ ഇലക്ട്രിക് ഡൈപോൾ. ഒരു ഇലക്ട്രിക് ഡൈപോൾ മൂലം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. ഇതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നമ്മൾ രണ്ട് സ്ഥലങ്ങളിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി മെഷർ ചെയ്യുന്നുണ്ട്. ഒന്ന് എവിടെയാണ്? ആക്സിയൽ ലൈനിലുള്ള പോയിന്റിൽ. രണ്ടാമത്തത് എവിടെയാണ്? ഇലക്ട്രിക് ഡൈപോളിന്റെ ഇക്വിറ്റോറിയൽ ലൈനിലുള്ള പോയിന്റിൽ. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇലക്ട്രിക് ഡൈപോളിന്റെ ആക്സിയൽ ലൈനിലുള്ള ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ we have to derive an equation for electric field intensity due to an electric dipole at a point on the axial line of the dipole. എന്താണ് ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഇലക്ട്രിക് ഡൈപോൾ കൺസിഡർ ചെയ്യുക. എ ബി ഒരു ഇലക്ട്രിക് ഡൈപോൾ ആണ്. എയിൽ മൈനസ് ക്യൂ ഉണ്ട്, ബിയിൽ പ്ലസ് ക്യൂ ഉണ്ട്. ഈ ഡൈപോളിന്റെ സെന്റർ ആണ് ആര്? O. എയിൽ നിന്ന് ഓയിലേക്കുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ എ, ഓയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ എ. എന്ന് പറഞ്ഞാൽ ഡൈപോൾ ലെങ്ത് എത്രയാണ്? 2a ആണ് അല്ലെ. മൈനസ് ക്യൂവിനും പ്ലസ് ക്യൂവിനും ഇടയിലുള്ള സെപ്പറേഷൻ ആണല്ലോ ഡൈപോൾ ലെങ്ത്. മൈനസ് ക്യൂവിനും പ്ലസ് ക്യൂവിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡൈപോൾ ലെങ്ത്. ഇവിടെ മൈനസ് ക്യൂവിനും പ്ലസ് ക്യൂവിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? a പ്ലസ് എ ഈസ് ഈക്വൽ ടു 2a. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഡൈപോളിന്റെ ഡൈപോൾ ലെങ്ത് എത്രയാണ്? 2a ആണ്. അപ്പോൾ എ ബി ഒരു ഇലക്ട്രിക് ഡൈപോൾ ആണ്. ഈ ഡൈപോളിനെ എ ബിയെ ഞാൻ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടൊരു ലൈൻ വരച്ചാൽ ആ ലൈനിനെയാണ് നമ്മൾ ആക്സിയൽ ലൈൻ എന്ന് പറയുന്നത്. അത് ലെഫ്റ്റിലായിക്കോട്ടെ, റൈറ്റ് സൈഡിലായിക്കോട്ടെ, ലെഫ്റ്റ് സൈഡിലായിക്കോട്ടെ. ഈ ഡൈപോളിനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഞാൻ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതാണ് ഡൈപോളിന്റെ ആക്സിയൽ ലൈൻ. ഈ ആക്സിയൽ ലൈനിലുള്ള ഒരു പോയിന്റ് ആണ് ആര്? ക്യാപിറ്റൽ ലെറ്റർ എം. ഈ എം എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു ദിസ് ഇലക്ട്രിക് ഡൈപോൾ, ഈ ഇലക്ട്രിക് ഡൈപോൾ മൂലം എം എന്ന് പറയുന്ന പോയിന്റിലുള്ള ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ആണ് നമ്മൾക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എം എന്ന് പറയുന്ന പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? ഇത് ഈ ഡൈപോളിന്റെ ആക്സിയൽ ലൈനിലാണുള്ളത്. അത് കൂടാതെ ഡൈപോളിന്റെ സെന്റർ ഓയിൽ നിന്ന് എമ്മിലേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ സ്മോൾ ലെറ്റർ ആർ എന്നെടുക്കുന്നു. The distance from center of the dipole O to the point M is
സ്മോൾ ലെറ്റർ ആർ. അപ്പൊ ഈ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് നമ്മൾക്ക് മെഷർ ചെയ്യേണ്ടത്. എം എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നമ്മൾക്ക് മെഷർ ചെയ്യണം. നമുക്കറിയാം ഒരു സിംഗിൾ ചാർജ് മൂലം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പൊ സപ്പോസ് ദർ ഈസ് എ ചാർജ് ക്യൂ. ക്യൂവിൽ നിന്നും ആർ ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റ് ആണ് പി എങ്കിൽ ഈ പി എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? 1/4πε0 Q/r² എന്നാണ്. 1/4πε0 Q/r². എന്താണ് അതിന്റെ ഡെഫിനിഷൻ ഓർമ്മയുണ്ടോ? പിയിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ പിയിൽ +1 കൂളം ചാർജ് ഉള്ളതായിട്ട് സങ്കല്പിക്കുക. ആ +1 കൂളം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് പിയിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അങ്ങനെ ചെയ്യുമ്പോൾ കൂളംസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് E ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1/4πε0 Q/r² എന്ന് കിട്ടും അല്ലേ? ഇനി ഇവിടെ Q ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഔട്ട്വേർഡ് ആയിരിക്കും, പുറത്തേക്കായിരിക്കും, ചാർജിൽ നിന്നും എവേ ആയിട്ടായിരിക്കും. ഇനി Q ഒരു നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ നെഗറ്റീവ് ചാർജ് +1 അട്രാക്ട് ചെയ്യല്ലേ ചെയ്യുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? ഇൻവേർഡ് ആയിരിക്കും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പഠിക്കുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ എവേ ഫ്രം ദി ചാർജും നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ടുവേർഡ്സ് ദി ചാർജുമാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ എത്ര ചാർജ് ഉണ്ട്? ഇവിടെ 2 ചാർജുകളുണ്ട് അല്ലേ? ഇവിടെ ആരൊക്കെയാണുള്ളത്? നെഗറ്റീവ് ചാർജും ഉണ്ട്, പോസിറ്റീവ് ചാർജും ഉണ്ട്. അപ്പൊ എം എന്ന് പറയുന്ന പോയിന്റില് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ചാർജ് മൂലം എമ്മിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഉണ്ടാവും, നെഗറ്റീവ് ചാർജ് മൂലവും എമ്മിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഉണ്ടാവും. ഇവരുടെ രണ്ടാളുടെയും വെക്റ്റർ സമ്മാണ് എമ്മിലെ ആകെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എം ഡ്യൂ ടു ദിസ് ഇലക്ട്രിക് ഡൈപോൾ ഈസ് ദ വെക്റ്റർ സം ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു +q charge and electric field intensity due to -q charge. +q മൂലം എമ്മിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെയും -q മൂലം എമ്മിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെയും വെക്റ്റർ സം ആയിരിക്കും എം എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു ദിസ് ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ആദ്യം +q മൂലം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയാണെന്ന് നോക്കാം. അപ്പോൾ +q മൂലം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു +q ചാർജ്. ഓക്കെ, അതിൽ ഞാൻ E1 എന്ന് കൊടുക്കുകയാണ്. E1 എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു +q ചാർജ്. നോക്കുക, +qയിൽ നിന്ന് എമ്മിലേക്കുള്ള ഡിസ്റ്റൻസ് +qb എന്ന് പറയുന്ന പോയിന്റിലാണ് ഉള്ളത്. അപ്പൊ +qയിൽ നിന്ന് എമ്മിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് bm എന്നെടുത്താൽ E1 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 1/4πε0 Q/bm² എന്ന് എഴുതാം അല്ലെ? 1/4πε0 Q/bm². എന്താണ് bm? q-ൽ നിന്ന് എമ്മിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇനി നമുക്ക് പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും bm ഈസ് ഈക്വൽ ടു എന്താണ്? ഫ്രം ദി ഫിഗർ bm ഈസ് ഈക്വൽ ടു we can write bm is equal to om minus ob. om minus ob എന്ന് എഴുതിക്കൂടെ? bm is equal to എന്താണ്? om minus ob ആണ് bm അല്ലേ? om minus ob ആണ് ആര്? bm. എത്രയാണ് om? om സ്മോൾ ലെറ്റർ r ആണ്. r മൈനസ് എത്രയാണ്? ob സ്മോൾ ലെറ്റർ a ആണ്. r മൈനസ് a അല്ലേ? അപ്പൊ നമ്മൾക്ക് bm അതായത് +qയിൽ നിന്നും എമ്മിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ത് എഴുതാം? r മൈനസ് a എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എന്താവും? 1/4πε0 q divided by r minus a whole square. E1 is equal to electric field intensity due to +q charge at the point m. എന്താ നമുക്ക് കിട്ടുക? 1/4πε0 q divided by r minus a whole square. ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമ്മൾക്കറിയാം, ഇത് +q ചാർജ് ആണ്. പോസിറ്റീവ് ചാർജ് മൂലം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? ഔട്ട്വേർഡ് ആണ്. അപ്പൊ ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ് വരിക.
This is the direction of E1. Clear? ഇനി രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ക്യൂ മൂലം എം എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയാണെന്ന് നോക്കാം. മൈനസ് ക്യൂ മൂലം എം എന്ന് പറയുന്ന പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഞാൻ E2 എന്ന് കൊടുത്താൽ we can write E2 is equal to 1/4πε0 Q divided by minus Q. അത് എമ്മിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് അകലെയാണ്? എ എം മൈനസ് ക്യൂ എ എന്ന് പറയുന്ന പോയിന്റിലല്ലേ ഉള്ളത്. അപ്പൊ എ എം ആണ് മൈനസ് ക്യൂവിൽ നിന്നും എമ്മിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പൊ ക്യൂ ബൈ എ എം സ്ക്വയർ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്ത് എഴുതാം? എ എം ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? എ എം ഇസ് ഈക്വൽ ടു എ ഒ പ്ലസ് ഒ എം എന്ന് എഴുതാം. എ ഒ പ്ലസ് ഒ എം. എ എം ഈക്വൽസ് എ ഒ പ്ലസ് ഒ എം. എത്രയാണ് എ ഒ? സ്മോൾ ലെറ്റർ എ. പ്ലസ് എത്രയാണ്? ഒ എം സ്മോൾ ലെറ്റർ ആർ. അപ്പൊ എ പ്ലസ് ആർ അല്ലെങ്കിൽ ആർ പ്ലസ് എ ആണ് ആറിന്റെ വാല്യൂ? എ എമ്മിന്റെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് E2 is equal to എന്ത് എഴുതാം? 1/4πε0 Q divided by R plus A whole square എന്ന് എഴുതാം. This is the magnitude of E2, electric field intensity at M due to minus Q charge. ഇനി ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? മൈനസ് ക്യൂ മൂലം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇൻവേർഡ് ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ മൈനസ് ക്യൂ പ്ലസ് 1 അട്രാക്ട് ചെയ്യല്ലേ ചെയ്യുക? ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇൻവേർഡ് ആയിരിക്കും. അപ്പൊ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അത് ഞാൻ E2 എന്നിവിടെ മാർക്ക് ചെയ്തു. അപ്പോ എം എന്ന് പറയുന്ന പോയിന്റിൽ പ്ലസ് ക്യൂ മൂലം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് E1, ദാറ്റ് ഈസ് ഔട്ട്വേർഡ്. മൈനസ് ക്യൂ മൂലം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് E2, ദാറ്റ് ഈസ് ഇൻവേർഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, E1 ആൻഡ് E2 ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. E1 ഉം E2 ഉം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ എം എന്ന് പറയുന്ന പോയിന്റിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും? എമ്മിലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എം, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എം, അത് നമ്മൾക്ക് ക്യാപിറ്റൽ ഇ എന്ന് കൊടുക്കാം അല്ലെ? ക്യാപിറ്റൽ ഇ. നിങ്ങൾ നോക്കുക, ഇവർ രണ്ടാളുടെയും വെക്ടർ സം ആയിരിക്കും. വെക്ടർ ഇ ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് വെക്ടർ ഇ? നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എം ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? വെക്ടർ E1 പ്ലസ് വെക്ടർ E2 ആണ്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പ്രകാരം എം എന്ന് പറയുന്ന പോയിന്റിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ E1-ന്റെയും E2-ന്റെയും ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂവിന്റെയും ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു മൈനസ് ക്യൂവിന്റെയും വെക്ടർ സം ആയിരിക്കും. കാരണം ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ E1 ഉം E2 ഉം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലെ? E1 ആൻഡ് E2 ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അത് കൂടാതെ E1-ന്റെ മാഗ്നിറ്റ്യൂഡ് E2-ന്റെ മാഗ്നിറ്റ്യൂഡിനേക്കാൾ കൂടുതലാണ്. എന്തുകൊണ്ട്? പ്ലസ് ക്യൂവിൽ നിന്നും എമ്മിലേക്കുള്ള ഡിസ്റ്റൻസ്, പ്ലസ് ക്യൂ മൂലം എമ്മിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയാണ് E1. മൈനസ് ക്യൂ മൂലം എമ്മിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയാണ് E2. പ്ലസ് ക്യൂ എമ്മിനോട് വളരെ അടുത്ത് കിടക്കുന്ന പോയിന്റ് ആയതുകൊണ്ട് E1-ന്റെ മാഗ്നിറ്റ്യൂഡ് E2-ന്റെ മാഗ്നിറ്റ്യൂഡിനേക്കാൾ കൂടുതലായിരിക്കും അല്ല? അതുകൊണ്ട് തന്നെ ഇവിടെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് E ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? E1 മൈനസ് E2 ആയിരിക്കും. കാരണം E1 ഉം E2 ഉം ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അതുകൂടാതെ E1-ന്റെ മാഗ്നിറ്റ്യൂഡ് E2-ന്റെ മാഗ്നിറ്റ്യൂഡിന് E1-ന്റെ മാഗ്നിറ്റ്യൂഡ് E2-ന്റെ മാഗ്നിറ്റ്യൂഡിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് E ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? E1 മൈനസ് E2 ആയിരിക്കും. അത് കൂടാതെ അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ E1-ന്റെ ഡയറക്ഷനിലായിരിക്കും. അപ്പൊ ഇതാണ് എം എന്ന് പറയുന്ന പോയിന്റിലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പോൾ ഒരു ഇലക്ട്രിക് ഡൈപോൾ മൂലം ഈ എം എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും. ഇങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞാൽ എവേ ഫ്രം പ്ലസ് ക്യൂ ചാർജ്, എവേ ഫ്രം ദി ഡൈപോൾ അല്ല? E1-ന്റെ ഡയറക്ഷനിലായിരിക്കും. എന്തുകൊണ്ട്? E1-ന്റെ മാഗ്നിറ്റ്യൂഡ് E2-ന്റെ മാഗ്നിറ്റ്യൂഡിനേക്കാൾ കൂടുതലായതുകൊണ്ട്. ഇനി നമ്മൾക്ക് ഈ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. E എന്ന് പറയുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ
ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യണം. E ഈസ് ഈക്വൽ ടു E1 മൈനസ് E2 ആണ്. E1ന്റെ വാല്യൂവും E2ന്റെ വാല്യൂ നമ്മൾക്കുണ്ട്. ആ വാല്യൂസ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ M എന്ന് പറയുന്ന പോയിന്റിലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് E ഈക്വൽസ് E1 മൈനസ് E2 എന്നാണ്. E ഈക്വൽസ് E1 മൈനസ് E2. എന്താണ് E1 പ്ലസ് Q മൂലം M ലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി? അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1/4πε0 Q ബൈ R മൈനസ് A ഹോൾ സ്ക്വയർ. എന്താണ് E2 മൈനസ് Q മൂലം M ലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി? അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1/4πε0 Q ബൈ R പ്ലസ് A ഹോൾ സ്ക്വയർ. രണ്ടാളുടെ ഡയറക്ഷൻ നോക്കുക. E1 ഔട്ട്വേർഡും E2 ഇൻവേർഡുമാണ്. പക്ഷേ E1 ഈസ് ഗ്രേറ്റർ ദാൻ E2. മാഗ്നിറ്റ്യൂഡ് ഓഫ് E1 ഗ്രേറ്റർ ദാൻ E2 ആയതുകൊണ്ട് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ E1 ഡയറക്ഷനിലായിരിക്കും, ഔട്ട്വേർഡ് ആയിരിക്കും. ഓക്കെ, ഇനി എന്താണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ്? E ഈക്വൽസ് E1 മൈനസ് E2. E1ന്റെയും E2ന്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ വരിക? 1/4πε0 Q ബൈ R മൈനസ് A ഹോൾ സ്ക്വയർ. അതാണ് E1ന്റെ വാല്യൂ. മൈനസ് 1/4πε0 Q by R plus A whole square. That equals ഇവിടെ Q by 4πε0 common ആണ്. Q by 4πε0 into 1 by R minus A whole square minus 1 by R plus A whole square. Cross multiply ചെയ്ത് കഴിഞ്ഞാൽ Q by 4πε0 into R plus A whole square minus R minus A whole square divided by R minus A whole square into R plus A whole square. നമുക്ക് അങ്ങനെ എഴുതാം. R minus A into R plus A ന്റെ കംപ്ലീറ്റ് സ്ക്വയർ. R minus A whole square into R plus A whole square എന്ന് പറഞ്ഞാൽ R minus A into R plus A കംപ്ലീറ്റ് സ്ക്വയർ. ഓക്കെ, this is equal to Q by 4πε0 R plus A whole square എന്താണ്? R square plus 2RA plus A square minus of bracket ഇടാൻ മറക്കരുത്. R minus A whole square എന്താണ്? R square minus 2RA plus A square whole divided by R minus A into R plus A എന്താണ്? R square minus A square ആണ്. A minus B into A plus B, A square minus B square എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ R minus A into R plus A, R square minus A square, അതിൻ്റെ സ്ക്വയർ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ E1 മൈനസ് E2 1/4πε0 Q by R minus A whole square minus 1/4πε0 Q by R plus A whole square. Q by 4πε0 കോമൺ ആയതുകൊണ്ട് അത് പുറത്തേക്ക് എടുത്തു. Q by 4πε0 into 1 by R minus A whole square minus 1 by R plus A whole square. That is equal to Q by 4πε0 into ബ്രാക്കറ്റിന്റെ അകത്തുള്ള ടേം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ R plus A whole square minus R minus A whole square whole divided by R minus A whole square into R plus A whole square എന്ന് വരിക. That can be written as R minus A into R plus A complete square. ഇനി R plus A whole square എക്സ്പാൻഷൻ എന്താണ്? R square plus 2RA plus A square minus of R minus A whole square എക്സ്പാൻഷൻ R square minus 2RA plus A square whole divided by R minus A into R plus A R square minus A square whole square എന്ന് കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ നോക്കിയാൽ R സ്ക്വയറും മൈനസ് R സ്ക്വയറും ക്യാൻസലായി. R സ്ക്വയറും മൈനസ് R സ്ക്വയറും ക്യാൻസലായി. 2RA മൈനസ് മൈനസ് 2RA 4RA ആണ് അല്ലേ? 2RA മൈനസ് ഓഫ് മൈനസ് 2RA 2RA മൈനസ് മൈനസ് 2RA എന്ന് പറഞ്ഞാൽ 2RA പ്ലസ് 2RA ആണ്. അത് 4RA എന്ന് വരും. A സ്ക്വയർ മൈനസ് A സ്ക്വയർ A സ്ക്വയർ മൈനസ് A സ്ക്വയർ എന്താ വരിക? അതും ക്യാൻസലായി പോകും. അപ്പോൾ R സ്ക്വയറും മൈനസ് R സ്ക്വയറും ക്യാൻസലായി. A സ്ക്വയറും മൈനസ് A സ്ക്വയറും ക്യാൻസലായി. ബാക്കി വരുന്ന ടേം എന്താണ്? 2RA മൈനസ് മൈനസ് 2RA that equals 2RA plus 2RA is equal to 4RA. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? Q by 4πε0 Q by 4πε0 into ഇവിടെ ആരാണ് ബാക്കി വരുന്നത്?
2RA minus 2RA 4RA divided by R square minus A square whole square. Q by 4 pi epsilon 0 into 4RA divided by R square minus A square whole square. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ബോർഡിൽ സൗകര്യം കുറവായതുകൊണ്ട് ഞാൻ മുകളിലെ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് വീണ്ടും എഴുതിയിട്ടുണ്ട്. ലാസ്റ്റ് കിട്ടിയത് എന്താണ്? E is equal to Q by 4 pi epsilon 0 into 4RA by R square minus A square whole square. ഇനി this can be written as 1 by 4 pi epsilon 0 into Q into 2A into 2R by R square minus A square whole square. ഇത് രണ്ടും സെയിം തന്നെയാണ്. ഞാൻ എന്താണ് ചേഞ്ച് വരുത്തിയത്? ക്യൂവിനെ ബ്രാക്കറ്റിന്റെ അകത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ 1 by 4 pi epsilon 0 എന്ന് വന്നു. ക്യൂ ബ്രാക്കറ്റിന്റെ അകത്തേക്ക് പോയി. പിന്നെ 4RA ഞാൻ എങ്ങനെ എഴുതി? 4 എന്ന് പറഞ്ഞാൽ 2 into 2 ആണ് 4. പിന്നെ R into A. അപ്പോൾ 2A into 2R എന്ന് എഴുതിയാൽ 2 into 2 4RA. 4RA തന്നെയാണ് അല്ല? അപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടുന്നത് 1 by 4 pi epsilon 0 Q into 2A into 2R by R square minus A square whole square. ഇത് രണ്ടും സെയിം തന്നെയാണ്. പക്ഷെ ഞാനിങ്ങനെ എഴുതാൻ കാരണം എന്താണ്? Q into 2A എന്നുള്ള ടേം നമുക്ക് ഇവിടെ കിട്ടി. ശ്രദ്ധിക്കുക, Q into 2A. What is Q into 2A? Q is magnitude of one of the charge of the dipole. അല്ല, ഡൈപോളിലെ ഒരു ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ആര്? Q. എന്താണ് 2A? മൈനസ് ക്യൂവിൽ നിന്നും പ്ലസ് ക്യൂവിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. A plus A is equal to 2A. അതായത് ഡൈപോൾ ലെങ്ത് ആണ്. അപ്പോൾ Q into 2A എന്താണ്? ചാർജ് ഇൻറ്റു ഡൈപോൾ ലെങ്ത്. എന്താണ് ചാർജ് ഇൻറ്റു ഡൈപോൾ ലെങ്ത്? നമ്മൾ നേരത്തെ പഠിച്ചു, ഡൈപോൾ മൊമെന്റ് അല്ല? അപ്പോൾ Q into 2A അത് ഞാൻ ഒന്നിച്ചെഴുതാൻ കാരണം Q into 2A എന്താണ്? ഡൈപോൾ മൊമെന്റ് P ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മിക്കുക, P is equal to Q into 2A. ചാർജ് ഇൻറ്റു ഡൈപോൾ ലെങ്ത് എന്താണത്? ഡൈപോൾ മൊമെന്റ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ Q into 2A സ്ഥാനത്ത് എന്ത് എഴുതാം? P എന്ന് എഴുതാം. അപ്പോൾ we get 1 by 4 pi epsilon 0 എന്ത് വരും? P into 2R by. ഇനി താഴത്തെ ടേം നിങ്ങൾ നോക്കുക. താഴത്തെ ടേം എന്താണ്? R square minus A square whole square ആണ്. R എന്താണ്? Oയിൽ നിന്ന് എമ്മിലേക്കുള്ള ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് ആണ് R. ഈ ഡിസ്റ്റൻസ് ആണ് R. A എന്താണ്? Oയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഞാൻ പറഞ്ഞു ഡൈപോളിന്റെ ഡെഫിനിഷൻ എന്താണ്? ഇലക്ട്രിക് ഡൈപോളിന്റെ 2 equal and opposite charges separated by a small distance. അപ്പൊ 2A എന്ന് പറയുന്നത് തന്നെ ചെറുതാണ്. അപ്പൊ A അതിനേക്കാൾ ചെറുതായിരിക്കും അല്ലേ? അപ്പോൾ A സ്ക്വയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ R സ്ക്വയർ വളരെ വലിയ വാല്യൂ ആയിരിക്കും. സിൻസ് R ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ A. A എന്ന് പറയുന്ന വാല്യൂ വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ആറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്റെ വാല്യൂ വളരെ വളരെ ചെറുതായിരിക്കും. R സ്ക്വയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് A സ്ക്വയറിന് എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം. അപ്പൊ A സ്ക്വയറിന് നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 1 by 4 pi epsilon 0 P into 2R divided by R square whole square എന്ന് എഴുതാം. നമ്മൾ A സ്ക്വയറിന് എന്ത് ചെയ്തു? നെഗ്ലക്ട് ചെയ്തു. എന്താ കാരണം? സിൻസ് R is very much greater than A, R square minus A square is approximately equal to R square. A യുടെ വാല്യൂ R ന്റെ വാല്യൂമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ R സ്ക്വയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് A സ്ക്വയറിന് എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ R സ്ക്വയർ മൈനസ് A സ്ക്വയർ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നമ്മൾക്ക് R സ്ക്വയർ എന്ന് എടുക്കാം. അതായത് A സ്ക്വയറിന്റെ വാല്യൂ ഓൾമോസ്റ്റ് 0 ആയിരിക്കും. A സ്ക്വയറിന്റെ വാല്യൂ ഓൾമോസ്റ്റ് 0 ആണെങ്കിൽ R സ്ക്വയർ മൈനസ് A സ്ക്വയർ എന്താവും? R സ്ക്വയർ ആവും. അങ്ങനെ നമ്മൾ എന്തെടുക്കുന്നു? 1 by 4 pi epsilon 0 P into 2R by R square whole square എന്നെടുക്കുന്നു. That is equal to 1 by 4 pi epsilon 0 P into 2R divided by R raised to 4, or we get E is equal to 1 by 4 pi epsilon 0 R by R raised to 4 എന്താണ്?
1 by r cube ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 2p divided by r cube. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ അറ്റ് എ പോയിന്റ് ഓൺ ദി ആക്സിയൽ ലൈൻ. എന്താണ് എക്സ്പ്രഷൻ? E is equal to 1 by 4 pi epsilon 0 2p by r cube. ഇവിടെ r by r raised to 4 ആണ് എന്തായത് 1 by r cube ആയിട്ട് മാറ്റി എഴുതിയത്. ഓക്കെ, അപ്പോൾ this is the expression for magnitude of electric field intensity at a point on the axial line of an electric dipole. E is equal to 1 by 4 pi epsilon 0 2p by r cube. ഇതിനെ നമുക്ക് വെക്റ്റർ ഫോമിൽ എങ്ങനെ എഴുതാം? വെക്റ്റർ E is equal to 1 by 4 pi epsilon 0 2 into വെക്റ്റർ P by r cube. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? E1ന്റെ ഡയറക്ഷനിലേക്കാണ്, ഇങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞു. ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എപ്പോഴും എങ്ങോട്ടേക്കാണ്? -q നിന്നും +q ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ അല്ലെ? അപ്പൊ വെക്റ്റർ പിയുടെ ഡയറക്ഷനും വെക്റ്റർ ഇയുടെ ഡയറക്ഷനും എന്താണ്? സെയിം ആണ്. അതുകൊണ്ട് തന്നെ വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? വെക്റ്റർ E is equal to 1 by 4 pi epsilon 0 2 into vector P divided by r cube. This is the expression for electric field intensity due to an electric dipole at a point on the axial line of the electric dipole. Okay.